ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? മുന്തിരി ആണെന്നുള്ളത് അറിയാം. ഇപ്പോൾ സീതപ്പഴം, അതിന് മുന്തിരിക്ക് പകരം സീതപ്പഴം എന്ന് പലയിടത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പണ്ടൊക്കെ ഇത് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോകുന്ന വഴി എന്നൊക്കെ ഈ വേലി ഉണ്ടായിരുന്നു. ഈ വേലിയുടെ സൈഡിലെല്ലാം ഇതിൻ്റെ കായ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ പോകുന്ന വഴി പറിച്ചിങ്ങനെ തറയിലെറിഞ്ഞ് ഉരുട്ടിയൊക്കെ കളിച്ചുകൊണ്ട് പോയൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര വിലയായിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. 1 കിലോ 600 രൂപയാണ്. ഇപ്പോൾ ലുലു മോളിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ട സംഭവമൊക്കെ വലിയ പഴമായിട്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചു. ഒരു 1/2 കിലോ വാങ്ങിച്ച് നോക്കിയപ്പോൾ ഒരു അല്പം പോലും മധുരവും ഇല്ല. കുരുവാണെങ്കിൽ അതിനൊരു വിത്തുണ്ടായിരിക്കുമല്ലോ, അതാണെങ്കിൽ കറുത്തിട്ട് പോലുമില്ല. പണ്ടൊക്കെ നമ്മുടെ ഇങ്ങനെ അതിൻ്റെ പുറം നോക്കുമ്പോൾ അറിയാം അല്ലേ, നല്ലവണ്ണം വെടിച്ച് ഇരിക്കും. ഇങ്ങനെ വിളഞ്ഞ് കഴിഞ്ഞ ഈ മുന്തിരി അല്ലെങ്കിൽ സീതപ്പഴം നല്ല വെടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ കിട്ടുന്നതൊക്കെ വെറും പച്ചയാണെന്ന് തോന്നുന്നു, പിഞ്ചാണെന്ന് തോന്നുന്നു. അതിനെ എന്തൊക്കെ വെച്ച് പഴുപ്പിച്ചൊക്കെ എടുത്തത് ആണെന്ന് തോന്നുന്നു. ഞാനത് വാങ്ങി, ഒട്ടും മധുരവും ഇല്ല, വെറുതെ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇതാണ്ടോ. പക്ഷേ ഇപ്പോൾ വീടുകളിലെല്ലാം ഒന്നും ഇതില്ല, കാണാനേ ഇല്ല. പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരവസരമാണ് ഓരോ വീടുകളിലും കാണുന്നത്. ഈ ഒരു മുന്തിരി അല്ലെങ്കിൽ ഒരു സീതപ്പഴം ഒന്ന് നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതാ കണ്ടോ, നിറച്ച് നിപ്പുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ട് നിറച്ചൊക്കെ നിപ്പുണ്ട്. ഒന്നുപോലും പറിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചേക്കാണ്. എല്ലാം പഴുത്തതിന് ശേഷം പറിക്കാം എന്നുള്ള രീതിയിൽ. കാരണം അത്രയ്ക്ക് വിലയാണിപ്പോൾ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇത്രയ്ക്കൊക്കെ വിലയാവുമെന്ന്, ഇങ്ങനെയുള്ള പറിച്ച് നമ്മൾ പണ്ടൊക്കെ കളഞ്ഞിരുന്ന പഴത്തിന്. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാ പേരും ഒരു മൂടെങ്കിലും ഇതൊന്ന് നട്ടു വളർത്തണേ.